ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുറേ വീഡിയോ ഇട്ടിട്ട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ഇടാൻ ഒരുപാട് ലേറ്റായി പോയത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, അതേപോലെ നല്ല സിമ്പിളായിട്ടും ഉള്ള ഒരു എന്താ പറയുക, ഒരു സ്റ്റ്യൂന്നോ അല്ലെങ്കിൽ ഒരു കറി എന്നൊക്കെ പറയാം, കുറുമ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് വെജിറ്റബിളും നോൺ വെജും എല്ലാം കൂടി കലർന്നിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, ബട്ടൂരിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ്, അതായത് ഉള്ളി തക്കാളിയൊന്നും വഴറ്റി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ കാണാം, വാ. പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ടേ, അതിലേക്ക് കാബൂളി കടല എന്നും അതേപോലെ വെള്ളക്കടല എന്നൊക്കെ പറയുന്ന കടലില്ല, അതാണ് കേട്ടോ. ഇത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, സാധാരണ ഒരു കപ്പ്. അത് ഓവർനൈറ്റ് വെള്ളത്തിലിട്ടതാണ്. കഴുകിയിട്ട് വെള്ളത്തിലിടും, അപ്പോൾ നന്നായിട്ട് നല്ല കുതിർന്ന് വരും. അങ്ങനെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അത് കഴുകിയിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കുക്കറിലിടുക. അതേപോലെ തന്നെ ഒരു ക്യാരറ്റ്, ഒരു വലിയൊരു ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എടുത്തോ. ഇത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ വലിയ ഉരുളക്കിഴങ്ങ് 1 മതി, ചെറുതാണെങ്കിൽ 2 എടുക്കാം. അത് ഞാൻ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ടില്ല, അല്ലെങ്കിൽ ഒരു കറുപ്പ് കളറാകുന്നതുകൊണ്ട്. പിന്നെ ഞാനിങ്ങനെ മൊഞ്ചാക്കിയിട്ട് കട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു കാണാനൊരു ഭംഗിയാണെന്നല്ല. അപ്പോൾ അതും കൂടെ കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് മതി കേട്ടോ. അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ചെറിയ ഉള്ളി ചേർത്താലും ടേസ്റ്റാണ്. ഇപ്പം ഞാൻ വെല്ലുള്ളി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒരേ അളവിലെടുത്തിട്ട് ഞാൻ പൊതുവെ ചതച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം, അങ്ങനെ എടുത്ത് തന്നിട്ട് ഇതാണ് നല്ല ടേസ്റ്റ്. പിന്നെ അങ്ങനെ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാണ് ചിക്കൻ നമുക്ക് വേണമെങ്കിൽ വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പക്ഷേ ചിക്കന് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ചിക്കനും കൂടി ചേർത്താണെന്ന് പറയുമ്പോൾ കുട്ടികൾ ആ വെജിറ്റബിളും കൂടെ കഴിക്കും, അങ്ങനത്തെ ഒരു സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഞാൻ ചിക്കൻ വാങ്ങുന്ന സമയത്തുണ്ടല്ലോ, തനി പീസിൽ നമ്മുടെ എല്ലില്ലാത്ത പീസ് വേറെ ആക്കി വെക്കും. അപ്പോൾ അങ്ങനെ എടുത്ത 2 പീസാണ്. അതും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. കാരണം നമ്മൾ ആ ചിക്കനിൽ നിന്നും വെജിറ്റബിളിൽ നിന്നും ഒരു വെള്ളമൊന്നും ഇറങ്ങി വരും. അപ്പോൾ പിന്നെ അധികം ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് മൊത്തത്തിൽ ഇളക്കി നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഈ എടുത്ത വെജിറ്റബിളെല്ലാം ഒരു ലെവൽ ചെയ്യുമ്പോൾ താഴെയൊരു കാഭാഗം വരുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിൽ കുറച്ച് സാധനങ്ങൾ ചേർക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ ലൂസായി പോകും. അപ്പോൾ അങ്ങനെ എനിക്കൊന്ന് ഒരു അരക്കപ്പ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതുപോലെ കാണുന്ന രീതിയിൽ മുങ്ങാൻ പാകത്തിനൊന്നും ഒഴിച്ചേക്കല്ലേ, കുറച്ച് മാത്രം ഒഴിക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് എൻ്റെ കുക്കറുണ്ടല്ല, വേഗം കൂക്കുന്ന കുക്കർ, അതുകൊണ്ട് ഞാനൊരു 5 വിസിലടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചില കുക്കറുണ്ട് കുറച്ച് നീട്ടിയിട്ട് കുറേ കഴിഞ്ഞിട്ട് കൂക്കും, അങ്ങനെ ഉള്ളത് ഒരു 3 വിസിൽ മതിയാവും കേട്ടോ. അപ്പോൾ കുക്കർ അങ്ങനെ കൂക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് ഫ്രഷ് ക്രീമില്ലേ, ഫ്രഷ് ക്രീമിൻ്റെ ഈ ഒരു പാക്കറ്റ് 200 ml അതിൻ്റെ ഒരു 1/2 മുതൽ 1/4 ഭാഗം വരെ എടുക്കാം. 1/2 ഭാഗമാണ് കറക്റ്റ്, പക്ഷെ ഞാൻ 1/4 ഭാഗം വരെ എടുത്തിട്ടുണ്ട്, കുറച്ചധികം ഗ്രേവി വേണമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അങ്ങനെ ഇതൊരു പാത്രത്തിലേക്ക് എടുക്കുക. ഇത് നല്ല തിക്കാണല്ലോ, അപ്പോൾ കുറച്ച് പച്ചവെള്ളം അതല്ലെങ്കിൽ കുറച്ച് പാലോ ചേർത്തിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി വെക്കുക. ഡയറക്റ്റ് ഇത് ഒഴിക്കല്ലേ. ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം മാത്രം ചേർക്കുന്നത് അങ്ങനെ ചേർക്കാം, പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ലൂസാക്കിയെന്നേലോ. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ കുക്കർ ഒന്ന് അതിൻ്റെ എയറിൽ അങ്ങനെ നമ്മൾ കളയാതെ സ്വമേധയാ പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച 1/2 കപ്പ് വെള്ളം ഉണ്ടല്ലോ, അത് അതിൽ തന്നെ ഉണ്ടാവും, കണ്ടില്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വെജിറ്റബിളിനും ചിക്കനിലും വെള്ളം തന്നെ ഇത് വേവാൻ മതി, പക്ഷേ അടിക്ക് പിടിക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം ഞാൻ വെള്ളം ഒഴിച്ചു. പക്ഷേ വെള്ളം ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല. ചില പ്രഷർ കുക്കറിൻ്റെ പല സ്വഭാവമായിരിക്കും. അപ്പോൾ പിന്നെ ഈ കടലക്ക വെന്തോന്നാണ് കാര്യമായിട്ട് നോക്കേണ്ടത്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടണം കേട്ടോ, എന്നാലും നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെന്തില്ലെങ്കിൽ പിന്നെ ആകെ ഫ്ലോപ്പായി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രഷ് ക്രീമിന് പകരം തേങ്ങാപ്പാലിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ കുതിർത്തിട്ട് കട്ടിക്ക് അരച്ചിട്ട് ചേർക്കാം കേട്ടോ, അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഫ്രഷ് ക്രീം ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ലൂസാക്കി വെച്ച ആ ഫ്രഷ് ക്രീം ഇതിലേക്ക് ഒഴിക്കുക. ഇനി കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാല, അത് ഒരു ടീസ്പൂൺ മുതൽ ചേർത്താൽ മതി കേട്ടോ, അങ്ങനെ നോക്കി ചേർത്താൽ മതി. പിന്നെ പച്ചമുളകിൻ്റെ എരിവാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. പച്ചമുളക് 1-2 ചതുക്കുന്നതിൽ 1-2, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്ന, എരിവ് കൂടുതൽ അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ.
അപ്പോൾ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓണാക്കുക. ഞാൻ പറഞ്ഞില്ല ഞാനൊരു 3/4 ഭാഗം എടുത്തെന്ന് പറയാൻ കാരണം എനിക്ക് കുറച്ച് ഇത് ഒന്ന് തിളച്ചിട്ട് കുറച്ചൊന്ന് ഇരിക്കാൻ അതായത് ഒന്ന് തീയൊക്കെ ഓഫായി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ തിക്കാവും. അതുകൊണ്ട് ഞാൻ എന്താക്കി 3/4 ഭാഗം തന്നെ പിന്നെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ടായി. രണ്ടാമത് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കണം. ഒരു മിനിറ്റ് മതി കേട്ടോ. കൂടുതൽ തിളച്ച് ഫ്രഷ് ക്രീം പിരിക്കാൻ വെക്കണ്ട, ഒറ്റ മിനിറ്റ് മതി. അപ്പോൾ ഫ്രഷ് ക്രീം നമ്മൾ പച്ചയായിട്ടും കഴിക്കുന്നതാണല്ലോ, ഫ്രഷായിട്ടും കഴിക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ ഇത് ഒറ്റൊരു തിള മാത്രം മതി. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വറുത്തിടാനാണ്. പിന്നെ ബട്ടറിൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാം, അതല്ലെങ്കിൽ വെളിച്ചെണ്ണയും ബട്ടറും രണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് ഒരു പീസ് ബട്ടറും കൂടി ഇട്ടിട്ട് ഒന്ന് മെൽട്ടാക്കിയിട്ട് പിന്നെ വറുത്തിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് ഏലക്കായും പട്ടയും ഗ്രാമ്പും ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഞാൻ പിന്നെ വറുത്തിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ മാത്രം ഇത് വറുത്തിട്ടിട്ട് പിന്നെ നമ്മളെ കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു പീസ് ബട്ടർ ഫ്രഷ് ആയിട്ട് അതിലിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ആയാലും മതി, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് നേരെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ കറിയിലേക്ക് ഉണ്ടല്ലോ മല്ലിയില നിർബന്ധമായിട്ട് ചേർക്കണേ, എന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഞാൻ അധികം ഈ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്, കാരണം സ്കൂളിലേക്ക് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാണ് ഇതും ബട്ടൂരിയും. അതല്ലെങ്കിൽ പൊതുവേ അവർ ചോറ് കഴിക്കൽ വളരെ കുറവാണ്. എന്നാൽ നെയ്ച്ചോറിനെല്ലാം ഇവർക്ക് ഈ ഒരു കറി കൊടുത്താൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അധികം ഉണ്ടാക്കും, കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലെല്ലാം വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒന്നും കൂടെ നല്ലോണം തിക്കാവും. അപ്പോൾ ഞാൻ എന്താക്കും, കുറച്ച് സാദാ നമ്മുടെ പാലില്ലേ, പാലൊഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കലാണ് കേട്ടോ, ലൂസാക്കലാണ്. അപ്പോൾ ഞാൻ പിന്നെ ഉണ്ടാക്കിയ പാടെ എനിക്ക് കഴിക്കണം തോന്നുന്നു. ഞാൻ ഇത് കറി ആദ്യം ഉണ്ടാക്കി വലിയ വട്ടൂരിക്ക് കുഴച്ച് വെച്ചതിന് ശേഷമാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പം ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, അങ്ങനെ ബ്രെഡിന് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും വിശപ്പൊക്കെ തിന്നുന്ന സമയത്ത് ബ്രെഡ് ഉണ്ടെങ്കിൽ കഴിക്കാമല്ലോ. പിന്നെ അതുപോലെ ഞാൻ ഈ ഒരു കറി ഉണ്ടല്ലോ, നമുക്ക് പിന്നെ പൊറോട്ട, ബട്ടൂരി, നൂൽപുട്ട്, വെള്ളപ്പം, അതുപോലെ പിന്നെ അപ്പങ്ങൾക്ക് നല്ല മസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കാനും നല്ല സുഖമാണ് കേട്ടോ. പെട്ടെന്ന് ആയും ചെയ്യും, വലിയ പണിയൊന്നുമില്ല. പിന്നെ അപ്പോൾ ഞാൻ നല്ല ബട്ടൂരിയുടെ റെസിപ്പി, നല്ല ടിപ്സൊക്കെ ആയിട്ടുള്ള റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ അതിൽ ഞാൻ മല്ലിച്ചപ്പും ക്യാരറ്റൊക്കെ ഇട്ടിട്ടാണ് ചെയ്തത്. ഇതിലതൊന്നുമില്ല, ഇത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. താങ്ക് യു.